ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്നിറങ്ങി നേരെ കാട്ടിൽമേക്കതിൽ ദേവീ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിരിക്കുന്നു. 12 മണിക്ക് മുന്നേ തന്നെ നമുക്ക് അവിടെ എത്തണം. കാരണം 11:30 എത്തിയാൽ മാത്രമേ വഴിപാട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കൃത്യസമയത്തിന് തിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഒരു ഓഫ് റോഡ് എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം നമ്മൾ വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ ഈ ഒരു റോഡ് ചെന്ന് അവസാനിക്കുന്നത് അമ്പലത്തിൻ്റെ മുന്നിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ വാഹനം ഓടിച്ചു. കാരണം ഞങ്ങൾക്ക് അവിടെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അങ്ങനെ അവിടെ എത്തിയിരിക്കുന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ കാർ പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടും വെയിലുമാണ്. അങ്ങനെ അച്ഛൻ ആ കണ്ണുന്ന മരത്തിൻ്റെ മൂട്ടിലേക്ക് കൊണ്ടുപോയി കാർ അങ്ങോട്ട് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോഴും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. കടലിൻ്റെ തീരത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുന്നേ അവിടെ പോയൊരു അനുഭവം പറയാനുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് പോയ സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അമ്പലത്തിൻ്റെ നട അടച്ചിരിക്കുകയായിരുന്നു. കാരണം അവിടെ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നട അടച്ചിരിക്കും. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾക്ക് തൊഴാൻ പറ്റാണ്ട് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ അവിടെ ചെന്നു വഴിപാട് കൗണ്ടറിൽ ചെന്ന് അവിടുത്തെ വഴിപാടുകളൊക്കെ ചോദിച്ചു. അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ഈ മരത്തിൽ മണി കെട്ടുക എന്നുള്ളത്. അങ്ങനെ മണിയൊക്കെ ഞങ്ങൾ പൂജിച്ച് വാങ്ങിച്ചു. അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ പുറത്ത് വന്നു. ഈ മരത്തിൽ എന്താണ് ഇതിൽ മണി കെട്ടേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, എന്താണോ നമ്മൾ ആ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അത് ആഗ്രഹിച്ചുകൊണ്ട് 7 പ്രാവശ്യം ഈ മരത്തിന് വലം വെച്ചുകൊണ്ട് ആ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മരത്തിൽ മണി കെട്ടിക്കഴിഞ്ഞാൽ അത് സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ അന്നദാനം, അതായത് അവിടെ കഞ്ഞിയും പയറും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഒരു അമ്മ എല്ലാവർക്കും ഇഷ്ടം പോലെ വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് കോരി വെച്ച് തന്നിട്ട് മതിയായോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ചൂടായതുകൊണ്ട് എന്നിട്ട് പതുക്കെ കാറിലേക്ക് കയറി പിന്നെ തിരിച്ച് നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും ഇനി പ്രവാസത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം.